यूएसएस उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും USS ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ ഉറുദു ഗ്രാമറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മുസക്കർ മുഅന്നസ്, ഹുറൂഫ്, ഏറ്റവും ഒടുവിൽ നമ്മൾ പഠിച്ചത് ജമീറാണ്. ജമീർ എന്നത് ഒരു പേരിന് പകരം ഉപയോഗിക്കുന്ന പദത്തിനാണ് ജമീർ എന്ന് പറയുക. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജമീറിലേക്ക് ഒരു പ്രത്യയം വരുന്ന സമയത്ത് അതിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. അഥവാ നമ്മൾ സൂചിപ്പിച്ചു, ഒരു പേരിന് പകരം വരുന്നത് അതൊരു വസ്തുവിൻ്റെ പേരാവാം, ഒരു സ്ഥലത്തിൻ്റെ പേരാവാം, ഒരു വ്യക്തിയുടെ പേരാവാം. ഇതിന് പകരമായി ഉപയോഗിക്കുന്നതാണ് ജമീർ. അതേസമയം അതിലേക്ക് ഹുറൂഫ് ജോഡത്തെ വക്ത്, ഹുറൂഫ് ബന്ധിപ്പിക്കുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങൾ എന്താണ് എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സമീർ കി കിതാബ്, സമീർ കി കിതാബ്, അവിടെ കി എന്നത് ജോഡി ചെയ്യാൻ വേണ്ടി, ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ഹർഫാണ്. സമീറിൻ്റെ പുസ്തകം. നമ്മൾ കാ കെ കി എന്നതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ USS ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ൻ്റെ അല്ലെങ്കിൽ ഉടെ എന്നതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ സമീർ കി കിതാബ് എന്നതിന് പകരം വോ എന്നത്, സമീറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സമീർ വോ എന്നതാണ്, അല്ലെങ്കിൽ യേ എന്നതാണ്. അവൻ അല്ലെങ്കിൽ ഇവൻ എന്നൊക്കെയാണ് ഉപയോഗിക്കുക. അതിലേക്ക് ക കി കെ എന്നത് വരുമ്പോൾ എന്ത് മാറ്റങ്ങൾ വരുന്നു? അതുപോലെ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേ എന്നതാണ് ഞാൻ എന്നതിന് ഉറുദുവിൽ പറയാം. മേ എന്നതിലേക്ക് ക കി കെ വന്നാൽ എന്തു മാറ്റമാണ് ഉണ്ടാവുക? അതാണ് ഇന്ന് സൂചിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു വോ എന്നതിന് അർത്ഥം അവൻ, അവൾ, അദ്ദേഹം, അവർ, അത്, ആ എന്നീ അർത്ഥങ്ങളാണ് വോ എന്നതിന് ഉള്ളത്. വോ എന്നതിലേക്ക് ക വരുന്ന സമയത്ത് വോ പ്ലസ് ക എന്നാൽ ഉസ്ക എന്നതാണ്. വോ പ്ലസ് ക ഉസ്ക. ഈ ഒരു രീതി മനസ്സിലാക്കിയാൽ, വോ എന്നതിൻ്റെ മനസ്സിലാക്കി വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എ എന്നതിൻ്റെതും മനസ്സിലാക്കാൻ സാധിക്കും. വോ പ്ലസ് ക ഉസ്ക, അവൻ്റെ. വോ പ്ലസ് കി ഉസ്കി, വോ പ്ലസ് കി ഉസ്കി, അവളുടെ. വോ പ്ലസ് കെ, അതും അവൻ്റെ. ഈ രീതിയിൽ തന്നെ എ വെച്ച് പറയുമ്പോൾ എ പ്ലസ് ക ഇസ്കി, എ പ്ലസ് ക ഇസ്ക, എ പ്ലസ് കി ഇസ്കി, എ പ്ലസ് കെ ഇസ്കെ. ഇനി മറ്റൊന്ന് അവർക്ക് എന്നതിന് ഉറുദുവിൽ എന്താ പറയുക? അവർക്ക് അല്ലെങ്കിൽ അവരുടെ, അവരുടെ എന്നതിന് വോ പ്ലസ് കോ ഉസ്കോ എന്നതാണ്. വോ പ്ലസ് കോ ഉസ്കോ. വോ പ്ലസ് കോ ഉസ്കോ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നതാണ് അർത്ഥം. വോ പ്ലസ് ക ഉസ്ക. ഇവിടെ വോ എന്നത് സിംഗുലറാണ്, വാഹിദ, ഒരാളാണ്. അപ്പോൾ അവിടെ വോ പ്ലസ് ക ഉസ്ക. ഇനി ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ജമീർ വോ എന്നത് തന്നെയാണ്. ഒരുപാട് ആൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ജമീറിൽ മാറ്റമില്ല, എന്ത് തന്നെയാണ്? വോ എന്ന് തന്നെയാണ്. അതുപോലെ ഇവർ എന്നാണെങ്കിൽ എ എന്നത് തന്നെയാണ്. അവിടെ ഉസ്ക എന്ന് പറഞ്ഞാൽ അവൻ്റെ എന്നർത്ഥമാണ്. എന്നാൽ അവരുടെ എന്നതിന് ഉൻക എന്നതാണ്. ഉൻക പറഞ്ഞ പോലെ തന്നെ ഉൻക, ഉൻകി, ഉൻകെ, ഉനേ. ഈ രീതിയിലാണ് ബഹുവചനത്തിന് പറയാം. ഈ ബഹുവചനം തന്നെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് നമ്മൾ ഉപയോഗിക്കും. ഇപ്പം നമ്മൾ മഹാത്മാ ഗാന്ധിജി ഹേ എന്നതാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. പക്ഷെ നമ്മളവിടെ ഹൈ എന്നത് ഉപയോഗിക്കാറുണ്ട്. അത് ആദരിക്കപ്പെടേണ്ട വ്യക്തി ആയതുകൊണ്ട്
അവിടെ വാഹിദിന് പകരം അവിടെ എന്ത് ചെയ്യുക? ജമ്മ് ഉപയോഗിക്കും. ജമ്മായി ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഉസ്ക എന്നത് ഉൻക, ഉൻകി, ഉൻകെ, ഉൻകെ എന്ന രീതിയിലാണ്, ഉനേം എന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തത് നോക്കാം. ഇത് നമ്മൾ വോ എ എന്നത് ഇവിടെ പരിചയപ്പെട്ടതുപോലെ തന്നെ ഇനി ഞാൻ പരിചയപ്പെടുന്നത് എന്നെക്കുറിച്ച്. എന്നെ, എനിക്ക്, ഞാൻ എന്നതിന് എന്താണ്? മേ എന്നതാണ്. എൻ്റെ, എൻ്റെ എന്നതിനാണ് മേ പ്ലസ് ക. മേ പ്ലസ് ക എൻ്റെ. മേ പ്ലസ് കി അർത്ഥം എൻ്റെ. ഇവിടെ എന്താണ്? മേ പ്ലസ് ക. മേ പ്ലസ് ക എന്തായിരിക്കും? നിങ്ങളോട് ചോദിക്കല്ലേ, നിങ്ങളെ പേരെന്താണെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ പറയും എൻ്റെ പേര് ഇന്നതാണെന്ന് നിങ്ങൾ പറയും അല്ലേ? എങ്ങനെ പറയാ? മേര എന്ന് പറയും അല്ലേ? മേ പ്ലസ് ക എന്ന് പറഞ്ഞാൽ മേര. മേ പ്ലസ് കി എന്ന് പറഞ്ഞാലോ സിമ്പിളാണ്, മേരി. മേ പ്ലസ് കെ മേരെ. ഇനിയോ? ഇനി ഇതുപോലെ നമുക്ക് നീ, ഞാൻ അപ്പം എന്നെ കുറിച്ച് പറഞ്ഞു. ഇനി നീ, നീ അഥവാ നീ, നീ എന്നതിന് തൂ എന്നാണ് പറയുക. തൂ. മേ പ്ലസ് ക മേര എന്നാണെങ്കിൽ തൂ പ്ലസ് ക എന്നതിൻ്റെ എന്തായിരിക്കും? തേര. എന്താണ്? മേര, തേര. അപ്പം ഇനി അടുത്ത് പറഞ്ഞു നോക്കൂ. മേരി, മേരി, തേരി, മേരെ, തേരെ. എളുപ്പല്ലേ? റെഡിയാണല്ലോ? യെസ്. ഇനി മേ പ്ലസ് കോ, നമ്മൾ വോ പ്ലസ് കോ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മേ പ്ലസ് കോ എന്നതിനെങ്ങനെയാണ് പറയുക? രണ്ട് തരത്തിൽ പറയാം. ഒന്നുകിൽ മുജുക്കോ എന്ന് പറയാം. മുജുക്കോ നമ്മൾ 5ാം ക്ലാസ്സിന് പഠിച്ചിട്ടില്ലേ? അമ്മി അമ്മി ആവോന, മുജുക്കോ ദൂത് പിലാവോന പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? മുജുക്കോ എന്ന് പറഞ്ഞാൽ എനിക്ക്. അതല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു രൂപം മുജേ എന്നതാണ്. മുജുക്കോ അല്ലെങ്കിൽ മുജേ. അങ്ങനെയെങ്കിൽ തൂ പ്ലസ് കോ, തൂ പ്ലസ് കോ, തൂ എന്നതിനോടുകൂടെ കോ ചേർന്നാൽ എങ്ങനെയാ പറയാ? മുജുക്കോ, തുജുക്കോ, മുജുക്കോ, തുജുക്കോ, മുജേ, തുജേ, മുജേ, തുജേ. ഈ രീതിയിലാണ് നമ്മൾ പറയാം. ഇനി അടുത്തത്, ഇനി നിങ്ങളും ഞങ്ങളും ആയിക്കോട്ടെ, അല്ലെ ഞങ്ങളും നിങ്ങളും. മേ എന്നത് ഞാനായിരുന്നു, അതിൻ്റെ ഞങ്ങൾ എല്ലാവരും കൂടിയപ്പോൾ എന്തായി? ഹം ആയി. ഹം. നിങ്ങളാവുമ്പോൾ തും. ഹം, തും. ഇതിലേക്ക് കാ, കി, കെ, കോ പ്രയോഗങ്ങൾ വന്നാൽ എന്തു മാറ്റങ്ങൾ? ഹം പ്ലസ് ക. ഹം എന്നതിലേക്ക് കാ ചേർന്നാൽ എന്താ? ഹംക അല്ല, ഹംക അല്ല, ഹമാര. എന്താണ്? ഹമാര. തും പ്ലസ് ക പറഞ്ഞു നോക്കൂ. വെരി ഗുഡ്. തുമാര. ഹമാര, തുമാര. ഹമാരി, തുമാരി. ഹമാരെ, തുമാരെ. വളരെ എളുപ്പമാണല്ലേ? അല്ലേ? ജി. ഇനി ഹം പ്ലസ് കോ. ഹം പ്ലസ് കോ എന്നതിനെ ഹംകോ എന്ന് പറയാം. അപ്പോൾ തും പ്ലസ് കോ എന്നതിന് തുംകോ എന്നും പറയാം. ഹംകോ, തുംകോ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പം മുജുക്കോ, മുജേ എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ മുജുക്കോ, മുജേ എന്ന് പറഞ്ഞതുപോലെ ഹംകോ എന്നതിന് ഹമേ എന്ന് പറയാം. ഹമേ. അപ്പോൾ തുംകോ എന്നുള്ളതിന് എന്ത് പറയാം? തുമേ. സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ക, കി, കെ, കോ എന്നീ പ്രയോഗങ്ങൾ ഒരു ജമീറിലേക്ക് ചേർത്ത് പറയുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് മാറ്റങ്ങൾ വന്നതെന്ന് മനസ്സിലായി അല്ലേ? പറയേണ്ടതില്ലല്ലോ. ഉസ്ക, ഉസ്കി, ഉസ്കെ, ഉസേ എന്ന് പറയാം. ഉസ്കോ എന്നതിന് ഉസേ എന്ന് പറയാം. അതുപോലെ ഇസ്ക, ഇസ്കി, ഇസ്കെ, ഇസേ. ഇനി അത് ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉൻക, ഉൻകി, ഉൻകെ, ഉനേ. പിന്നെ മേം, അതുപോലെ എന്നോട് കൂടെ പറയേണ്ടത് തു. മേ, തു. മേര, തേര, മേരി, തേരി, മേരെ, തേരെ, മുജുക്കോ, തുജുക്കോ, മുജേ, തുജേ. അത് രണ്ടും ഒരു ഗ്രൂപ്പ്. ഇനി മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഹം എന്നതും
തും എന്നതും. ഹം പ്ലസ് ക ഹമാര, അവിടെ തുമാര. ഹമാരി തുമാരി, ഹമാരെ തുമാരെ, ഹംകോ തുംകോ. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹമേ തുമേ. ഇത് നല്ലപോലെ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. ഇനി ഈ ഭാഗത്തു നിന്ന് നമ്മളിപ്പോൾ കുറേ ക്ലാസ്സുകൾ പറഞ്ഞല്ലോ, ഈ ക്ലാസ്സുകളിൽ നിന്ന് വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 2020 ഫെബ്രുവരിയിലെ USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, സഹി ജുംല കോൻസാ ഹെ, ശരിയായ സെൻറ്റൻസ് ഏതാണ്? ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് ഭൂരിഭാഗവും ഗ്രാമർ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ശരിയായത് ഏത്, അതല്ലെങ്കിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കൂ. ലഡ്കെ ഗേന്ദ് ഖേൽത്താ ഹെ, ലഡ്കെ ഗേന്ദ് ഖേൽത്തി ഹെ, ലഡ്കെ ഗേന്ദ് ഖേൽത്തി ഹൈ, ലഡ്കെ ഗേന്ദ് ഖേൽത്തെ ഹൈ. ലഡ്കെ എന്നതായതുകൊണ്ട് ഒരാൺകുട്ടിയല്ല, ഒരുപാട് ആൺകുട്ടികളാണ് എന്ന് മനസ്സിലായി. ഒരുപാട് ആൺകുട്ടികളാകുന്നതോടുകൂടി ഖേൽത്തെ ഹൈ എന്നതാണ് വരിക. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ആൺകുട്ടികൾ ബോൾ കളിക്കുന്നു, ലഡ്കെ ഗേന്ദ് ഖേൽത്തെ ഹെ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി മറ്റൊരു ചോദ്യം, സഹി ജുംല കോൻസാ ഹെ. ഇത് 2019 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശരിയായത് ഏതാണ് എന്നെഴുതാനാണ്. ഹം ഉറുദു പഠിത്താ ഹെ, ഹം ഉറുദു പഠിത്തേ ഹൈ, ഹം ഉറുദു പഠിത്തേ ഹോ, ഹം ഉറുദു പഠിത്താ ഹു. ഇവിടെ നമ്മൾ ജമീർ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. മേ, തു, തും, ഹം എന്നൊക്കെ വരുന്ന സമയത്ത് അവസാനം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ജമീറിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹം എന്നതാണ്. ഹം എന്ന ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അവസാനം ഹൈ എന്നായിരിക്കും. അപ്പോൾ ഹം ഉറുദു പഠിത്തേ ഹൈ, ഹം ഉറുദു പഠിത്തേ ഹൈ. തും എന്നാണെങ്കിൽ പഠിത്തേ ഹോ എന്നാണ് വരിക. മേ എന്നതാണെങ്കിൽ പഠിത്താഹു എന്നതാണ് വരിക. ഇവിടെ ഹം ആയതുകൊണ്ട് തന്നെ പഠിത്തേ ഹൈ എന്നതാണ് ശരിയായ ഉത്തരം. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. 2019 തന്നെ USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, മുനാസിബ് ലഫ്സ് ചുൻകർ ജുംല പൂരാ കീജിയെ. ഷഹർ ഡാഷ് ബഡി ധൂപ്പ് ഹെ, കോ മേ പർ സെ. ഇവ ഹുറൂഫുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഒരുപാട് ഹർഫുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവയുടെ അർത്ഥങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണം എന്നതാണ്. ബഡി ധൂപ്പ് ഹെ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് എന്നതാണ് അർത്ഥം. അപ്പോൾ പട്ടണത്തിൽ നല്ല വെയിലുണ്ട് എന്നതാണ് അർത്ഥം. അപ്പോൾ പട്ടണത്തിൽ എന്നതിന് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മേം, ഷഹർ മേ ബഡി ധൂപ്പ് ഹെ എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. 2018 USS പരീക്ഷ, മേരെ സിർ യാ സർ ഡാഷ് ടോപ്പി ഹെ. ഇതും ഹുറൂഫുമായി ബന്ധപ്പെട്ടതാണ്. കോ പർ സേ മേ. മേരെ സർ എൻ്റെ തല, എൻ്റെ തലയിന്മേൽ അല്ലെങ്കിൽ എൻ്റെ തലയിൽ എന്നതാണ്. ഇവിടെ നമ്മൾ മേരെ സിർ പർ ടോപ്പി ഹെ, പർ ടോപ്പി ഹെ എന്നതാണ്. മേരെ സിർമേൻ ടോപ്പി ഹെ എന്ന് പറയാൻ പറ്റൂല, അത് തെറ്റാണ്. മേരെ സിർ പർ ടോപ്പി ഹെ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 2018 USS എക്സാമിന് വന്ന ചോദ്യം, സഹി ജുംല കോൻസാ ഹെ? മേരാ ബേട്ട അച്ഛാ ഹെ, മേരെ ബേട്ട അച്ഛാ ഹെ, മേരെ ബേട്ട അച്ചി ഹെ, മേരെ ബേട്ട അച്ചേ ഹെ. ഇവിടെ മേര ബേട്ട എൻ്റെ മകൻ എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സിംഗുലർ ഫോമാണ്, അഥവാ ബേട്ട മകൻ എന്ന് മാത്രമാണ്. അതുകൊണ്ട് മകൻ ആയതുകൊണ്ട് അവസാനം അച്ചി ഹെ എന്ന് വരില്ല, അച്ചേ ഹെ എന്നും വരില്ല, അല്ലേ? അച്ചേ എന്ന് പറയണമെങ്കിൽ ഒരുപാട് കുട്ടികൾ വേണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. മേര ബേട്ട അച്ഛാ ഹെ, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. മേരാ ബേട്ട അച്ഛാ ഹെ. മറ്റൊരു ചോദ്യം നോക്കൂ. 2017 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, കോൻസാ ജുംല സഹി നഹി ഹെ? ഇവിടെ സഹി നഹി ഹെ എന്നതാണ്. ഏതാണ് ശരിയല്ലാത്ത സെൻറ്റൻസ്? അഥവാ 3 ശരിയാണ്, 1 ശരിയല്ല. യേ മേരാ സ്കൂൾ ഹെ, ഇത് എൻ്റെ സ്കൂളാണ്. സ്കൂൾ എന്നത് മുസക്കറാണ്, മേര എന്നത് ശരിയാണ്.
യേ മേരാ ദോസ്ത് ഹെ. ദോസ്ത് എന്നാൽ കൂട്ടുകാരൻ എന്നതാണ്. കൂട്ടുകാരൻ. അതുകൊണ്ട് തന്നെ യേ മേരാ ദോസ്ത് ഹെ എന്നതും ശരിയാണ്. യേ മേരാ ഘർ ഹെ. ഓപ്ഷൻ ഡി, യേ മേരാ ഘർ ഹെ. ഇത് എൻ്റെ വീടാണ്. വീട് എന്നത് മുസക്കറാണ്. അതുകൊണ്ട് യേ മേരാ ഘർ ഹെ എന്നത് ശരിയാണ്. യേ മേരാ കിതാബ് ഹെ. ഇത് നമ്മൾ മുസക്കർ മുഅന്നസ് പറഞ്ഞ സമയത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കിതാബ് എന്നത് മുഅന്നസാണ്. കിതാബ് മുഅന്നസ് ആയതുകൊണ്ട് യേ മേരാ കിതാബ് ഹെ എന്ന് പറയാൻ പറ്റില്ല. അത് ശരിയായ പ്രയോഗമല്ല. യേ മേരി കിതാബ് ഹെ എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. യേ മേരാ കിതാബ് ഹെ എന്നത് തെറ്റാണ്. അവിടെ വരേണ്ടിയിരുന്നത് യേ മേരി കിതാബ് ഹെ എന്നതാണ്. ഇനി 2015 USS എക്സാമിന് വന്ന ചോദ്യം, കോൺസാ ജുംല സഹി ഹെ. ഏത് ജുംലയാണ് ശരിയായിട്ടുള്ളത്? ऑप्शन ए, मेरे बेटे का नाम जोसेफ है. ऑप्शन बी, जोसेफ मेरा बेटा का नाम है. ऑप्शन सी, मेरा बेटा का नाम जोसेफ है. ऑप्शन डी, जोसेफ मेरे बेटे का नाम है. എൻ്റെ മകൻ്റെ പേര് ജോസഫാണ് എന്നതാണ് ഇവിടെ തലങ്ങും വിലങ്ങുമായിട്ട് എഴുതിയിട്ടുള്ളത്. ഇതിലേതാണ് ശരി എന്നതാണ്. ഇത് ഗ്രാമർ മാത്രമല്ല, ഗ്രാമറിനോടൊപ്പം ഒരു സെൻറ്റൻസിൻ്റെ ശൈലി കൂടി ഇവിടെ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരേ കാര്യം തന്നെ നമ്മൾ പല അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് ശരിയായ ഒരു ശൈലി അതിനുണ്ടാകും. ഇംഗ്ലീഷിലാണെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു ശൈലി അവലംബിക്കുന്നത് ഇതിലേതാണ് ശരി എന്നതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. മേരെ ബേട്ടെ കാ നാം ജോസഫ് ഹെ. ഇവിടെ ക വന്നതുകൊണ്ടാണ് ആദ്യത്തെ ഭാഗം പ്ലൂറലിലേക്ക് മാറിയത്, മേരെ എന്നായി മാറിയത്. ഓക്കെ, ഇതല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടി മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. ഗ്രാമറുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ വൈകാതെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നന്നായി പഠിക്കുക. USS പോലെയുള്ള മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടണം. ഓക്കെ, ശുക്രിയ. ഖുദാ ഹാഫിസ്.